കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ യുഡിഎഫിനായി പ്രചരണം നടത്തിയെന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ മുഖമായ വെൽഫെയർ പാർട്ടി. വിവിധ ജില്ലകളിൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകൾ നടത്തിയെന്നും അവിടെയെല്ലാം യുഡിഎഫിന്റെ നേതാക്കളും സ്ഥാനാർത്ഥികളും പങ്കെടുത്തതായും വെൽഫെയർ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം തന്നെ വ്യക്തമാക്കുന്നു. രമ്യാദാസാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. രമ്യ, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണവേളയിൽ പല സീറ്റുകളും യുഡിഎഫ് അവിടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് ജമാഅത്തെ ഇസ്ലാമിയുമായി കൂടിയാലോചന നടത്തിയിട്ടാണ് എന്ന കാര്യം പകൽ പോലെ വ്യക്തമാണ്. ഇപ്പോൾ എവിടെയൊക്കെ കൺവെൻഷൻ നടത്തി, ഏതൊക്കെ യുഡിഎഫ് സ്ഥാനാർത്ഥികൾ അവിടെ പങ്കെടുത്തു എന്ന കാര്യം ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ മുഖമായ വെൽഫെയർ പാർട്ടി വിശദീകരിക്കുകയാണല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. കാരണം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും വലിയ തോതിൽ തന്നെ ചർച്ചയായ ഒരു വിഷയമാണ്. കേരളം മുഴുവൻ ചർച്ച ചെയ്ത വിഷയം തന്നെയാണ് ഈ യുഡിഎഫും അതുപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമിയുടെ രാഷ്ട്രീയ മുഖമായ വെൽഫെയർ പാർട്ടിയും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ട്. പല തെരഞ്ഞെടുപ്പുകളിലും ഇത്തരത്തിൽ കേരളത്തിലുടനീളം പല മണ്ഡലങ്ങളിലും നിയമസഭാ തെരഞ്ഞെടുപ്പാവട്ടെ അല്ലെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പാവട്ടെ എല്ലാം തന്നെ ഇത്തരത്തിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടുകൾ വലത് ഇടത് മുന്നണികൾ, ഈ വർഗീയ സംഘടനകളായ SDPI അതുപോലെ തന്നെ വെൽഫെയർ പാർട്ടി തുടങ്ങിയ സംഘടനകളുമായി തന്നെ എല്ലാം തന്നെ എല്ലാ സ്ഥലത്തും ഇത്തരത്തിൽ കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കാറുണ്ട്, പിന്തുണ തേടാറുണ്ട്. ഇത് തന്നെയാണ് ഇപ്പോൾ കൂടുതൽ വ്യക്തതയോടുകൂടി പുറത്തു വരുന്നത്. കാരണം ഈ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിലും വലിയ തോതിൽ തന്നെ കേരളം ഇത് ചർച്ച ചെയ്തിരുന്നു. ഈ പേരാമ്പ്ര ഉൾപ്പെടെ, ഇപ്പം മലബാറിൽ എടുക്കുകയാണെങ്കിൽ പേരാമ്പ്ര ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ ഇത്തരത്തിൽ വെൽഫെയർ പാർട്ടിയും അതുപോലെ തന്നെ UDF തമ്മിൽ കൂട്ടുകെട്ടുണ്ടാക്കി എന്നുള്ള വാർത്തകൾ പുറത്തു വന്നതാണ്. അത് പേരാമ്പ്ര മണ്ഡലത്തിൽ കൂടുതൽ പ്രകടമായി മലബാർ ഏരിയയിൽ വന്നിരുന്നു. കാരണം പേരാമ്പ്ര മണ്ഡലത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ കാൻഡിഡേറ്റ് ആണ് ഫാത്തിമ തഹലിയ എന്നുള്ള ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ പുറത്തു വന്നിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിൽ ഫാത്തിമ തഹലിയയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഒരു കൺവെൻഷൻ പേരാമ്പ്ര മണ്ഡലത്തിൽ വെൽഫെയർ പാർട്ടി സംഘടിപ്പിക്കുന്നത്. എന്നാൽ ഇത് വലിയ രീതിയിൽ തന്നെ ചർച്ചയായതോടെ മാധ്യമങ്ങൾ ഏറ്റെടുത്തതോടെ ഈ പരിപാടിയിൽ നിന്നും ഫാത്തിമ തഹലിയ പുറകോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. ഇത് തന്നെയാണ് ഇപ്പോൾ കൂടുതൽ വ്യക്തമാകുന്നത്. അതായത് വെൽഫെയർ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള റസാഖ് പാലേരിയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തുറന്നു പറച്ചിൽ നടത്തിയിരിക്കുന്നത്. അതായത് സംസ്ഥാനത്തുടനീളം വിവിധ മണ്ഡലങ്ങളിൽ ഇത്തരത്തിൽ UDF സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി കൺവെൻഷനുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. പല കാൻഡിഡേറ്റും, അതായത് പല സ്ഥാനാർത്ഥികളും ഇത്തരം ഈ കൺവെൻഷനിൽ പങ്കെടുക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട് തന്നെയാണ് തുറന്നു പറയുന്നത്. അതിനാൽ തന്നെയാണ് ഇത്തരത്തിൽ ഒളിഞ്ഞും തെളിഞ്ഞും ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പുകളിൽ ഇത്തരത്തിൽ പിന്തുണ തേടുക എന്നുള്ള വിഷയം ഇപ്പോൾ കൂടുതൽ വ്യക്തമാക്കുകയാണ്. ഗൗതം. ഓക്കെ രമ്യ, എന്തായാലും വെൽഫെയർ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ചില കാര്യങ്ങൾ തുറന്നു പറയുകയാണ്. സംസ്ഥാനത്തുടനീളം UDFിന് വേണ്ടി തങ്ങൾ പ്രചരണം നടത്തി. ഓരോ ജില്ലയിലും UDFിനായി നടന്ന കൺവെൻഷനുകളിൽ UDFിൻ്റെ നേതാക്കളും ഓരോ മണ്ഡലത്തിലെയും സ്ഥാനാർത്ഥികളും പങ്കെടുത്തു എന്ന് വെൽഫെയർ പാർട്ടി തന്നെ വ്യക്തമാക്കുകയാണ്. അതായത് തെരഞ്ഞെടുപ്പിൽ പരസ്യമായും രഹസ്യമായും ഒക്കെ ബാന്ധവം ഭീകരശക്തികളുമായി രണ്ട് മുന്നണികളും നടത്തി. കഴിഞ്ഞ ദിവസം വേങ്ങരയിലെ LDFിൻ്റെ സ്ഥാനാർത്ഥി തുറന്നു പറഞ്ഞത് SDPIയുടെ വോട്ടുകൾ തങ്ങൾക്ക് ലഭിച്ചു എന്നതാണ്. എന്തായാലും രമ്യദാസാണ് വിവരങ്ങളുമായി ചേർന്ന്. ഇനിയും